ഈ വിജയം ആവർത്തിക്കാൻ വേണ്ടിയുള്ള കൂട്ടായ പ്രവർത്തനം UDF കോൺഗ്രസ് പാർട്ടി നടത്തുന്നതാണ്. ഈ വിജയത്തിൻ്റെ പ്രധാനപ്പെട്ട കാരണം ശബരിമല ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ സർക്കാർ സ്വീകരിച്ച തെറ്റായ സമീപനം തന്നെയാണ്. ശബരിമലയെ പോലൊരു ആരാധനാ കേന്ദ്രത്തിൽ നിന്ന് കോടിക്കണക്കിന് രൂപ വില വരുന്ന സ്വർണം അടിച്ചു മാറ്റിയവരെ സംരക്ഷിക്കാൻ ഗവൺമെന്റ് നടത്തിയ ശ്രമം വിശ്വാസ സമൂഹത്തെ വലിയ തോതിൽ വേദനിപ്പിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ വർദ്ധിച്ചു വരുന്ന തൊഴിലില്ലായ്മയും നിയന്ത്രിക്കാൻ കഴിയാത്ത വിലക്കയറ്റവും തുടർഭരണത്തിൻ്റെ അഹങ്കാരവും ജനങ്ങൾക്ക് ഒട്ടും ബോധിച്ചില്ല അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളതിന് തെളിവാണ്. ജനങ്ങളെ ഗൗരവത്തിലെടുക്കാതെ, ജനങ്ങളുടെ താല്പര്യം കണക്കിലെടുക്കാതെ ഏകാധിപത്യത്തിൻ്റെ പാതയിലൂടെ മുന്നോട്ട് പോയ ഒരു ഭരണാധികാരിയുടെയും ഭരണകൂടത്തിൻ്റെയും വീഴ്ചയാണ് നമുക്കിതിലൂടെ കാണാൻ സാധിക്കുന്നത്. അതെല്ലാവർക്കും ഒരു പാഠമാകട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഞങ്ങൾ ഈ ജനവിധിയെ പൂർണ്ണമായും അംഗീകരിക്കുന്നു. 2010 UDF നേടിയ അതേ വിജയമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ പൂർണ്ണമായി റിസൾട്ടുകൾ വന്നു തുടങ്ങുന്നേ ഉള്ളൂ. പ്രത്യേകിച്ച് ഗ്രാമപഞ്ചായത്ത് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ പൂർണ്ണമായി വന്നു തുടങ്ങുന്നേ ഉള്ളൂ. ഒരു വൻപിച്ച ജനമുന്നേറ്റമാണ് ഈ തെരഞ്ഞെടുപ്പിലൂടെ UDFന് ഉണ്ടായിരിക്കുന്നത്. അന്ന് മുഖ്യമന്ത്രി പറഞ്ഞത് ശരിയാണ്, ശക്തി കേന്ദ്രങ്ങൾ പിടിച്ചെടുക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം UDFനെ പറ്റിയാണ് പറഞ്ഞത്, പക്ഷേ അത് ഉണ്ടായത് LDFനെ പറ്റിയാണ്. LDFന്റെ ശക്തി കേന്ദ്രങ്ങൾ കേരളത്തിൽ പല ഭാഗത്തും പിടിച്ചെടുക്കാൻ UDFന് സാധിച്ചു. എനിക്ക് ചുമതലയുണ്ടായിരുന്ന കോഴിക്കോട് കോർപ്പറേഷനിലാണ്. 50 വർഷമായി കോഴിക്കോട് കോർപ്പറേഷനിൽ മൃഗീയമായ ഭൂരിപക്ഷത്തോടെ LDF ഭരിക്കുകയായിരുന്നു. ഓരോ തവണയും CPMന് ഭൂരിപക്ഷമുള്ള പഞ്ചായത്തുകൾ കൂട്ടിച്ചേർത്ത് 50 വർഷമായി ഭരിക്കുകയായിരുന്നു. വോട്ടർ പട്ടികയിൽ ക്രമക്കേട് വരുത്തിയും CPMന് സ്വാധീനമുള്ള മേഖലകൾ കൂട്ടിച്ചേർത്തിട്ടും മേയറെ അടക്കം തോൽപ്പിച്ചുകൊണ്ട് ജനങ്ങൾ കോഴിക്കോട് ശക്തമായ തിരിച്ചടി നൽകിയിരിക്കുകയാണ്. ഇതുപോലെയാണ് മറ്റെല്ലാ സ്ഥലങ്ങളിലും ഉണ്ടായിരിക്കുന്നത്. ഇത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിനെതിരെയുള്ള അതിശക്തമായ ഒരു തിരിച്ചടിയാണ്. ഇത് എല്ലാ പാർട്ടി പ്രവർത്തകരും ജനങ്ങൾക്കും ഞാൻ ഈ വിജയം സമ്മാനിക്കുന്നു. പാർട്ടി പ്രവർത്തകർ ഒരുമിച്ച്, എല്ലാ നേതാക്കളും ഒരുമിച്ച് ഒരു മനസ്സോടെ പ്രവർത്തിച്ചതിൻ്റെ ഫലമാണ് ഈ തെരഞ്ഞെടുപ്പിൽ UDFനുണ്ടായിരിക്കുന്ന ഈ വൻപിച്ച വിജയം. തന്നെയുമല്ല, നേരത്തെ തന്നെ മുന്നൊരുക്കം നടത്താൻ പാർട്ടി തീരുമാനിക്കുകയും UDF നേതാക്കന്മാർ അത് പൂർണ്ണമായി അംഗീകരിച്ചുകൊണ്ട് UDF ഒരു മനസ്സോടെ പ്രവർത്തിക്കുകയും ചെയ്ത എൻ്റെ ഫലമാണ് ഈ വിജയം. ഈ വിജയത്തിന് വേണ്ടി പ്രവർത്തിച്ച മുഴുവൻ പാർട്ടി പ്രവർത്തകരെയും ഞാൻ അഭിനന്ദിക്കുന്നു. UDF പ്രവർത്തകരെ ഞാൻ അഭിനന്ദിക്കുന്നു. വോട്ട് ചെയ്ത് വിജയിപ്പിച്ച ജനങ്ങളോടുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. തീർച്ചയായും 2010 വലിയൊരു വിജയം ഉണ്ടായിരിക്കുന്നു എന്നത് നമ്മുടെ ഉത്തരവാദിത്തം വർദ്ധിപ്പിക്കുകയാണ്. കൂടുതൽ വിനയത്തോടെ, കൂടുതൽ ജനനന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാനുള്ള ഒരു സന്ദേശമാണ് ഈ വിജയം ഞങ്ങൾക്ക് നൽകുന്നത്. അതുകൊണ്ട് വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ട് യോജിച്ച് ഒരു മനസ്സോടെ UDF പ്രവർത്തിക്കും എന്നുകൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു, ഞാനിവിടെ ആലപ്പുഴ പ്രസ് ക്ലബിൽ വെച്ച് തന്നെ പറഞ്ഞതാണ്, ആലപ്പുഴ DCC ഓഫീസിൽ വെച്ച് തന്നെ പറഞ്ഞതാണ്, UDFന് അനുകൂലമായ ഒരു രാഷ്ട്രീയ തരംഗം രമേശ് ചെന്നിത്തല സംസാരിക്കുകയായിരുന്നു. UDFന് അനുകൂലമായ രാഷ്ട്രീയ തരംഗം ഉണ്ടെന്ന് പറയുകയാണ്. ഒരു പരിധിവരെ ശരിയാണെന്ന്. കാര്യം പത്തനാപുരത്തടക്കം ഏറെ പതിറ്റാണ്ടുകൾക്ക് ശേഷം UDF അധികാരം പിടിക്കുന്ന കാഴ്ച പത്തനാപുരം പഞ്ചായത്ത് UDF ഭരിക്കും. LDF തോറ്റില്ല. UDF 10, LDF 7, മറ്റുള്ളവർ 3 എന്ന അവസ്ഥയാണ്. അപ്പൊ എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഈ സമയം 1 മണിയാവാൻ പോകുന്നു. ഏതാണ്ട് ഫൈനൽ വരെയാണ് കാര്യങ്ങൾ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.